അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഹറം മാസത്തിലെ പ്രധാനപ്പെട്ട 2 ദിവസങ്ങളാണ് ആശുറ, തസ്വാ. അതിനെ സംബന്ധിച്ച് വന്ന ഹദീസുകളിൽ നിന്ന് ചിലത് മാത്രം ഈ സമയത്ത് ചർച്ച ചെയ്യുകയാണ്. മുഹറം 1 മുതൽ 11 വരെയും നോമ്പ് സുന്നത്തുണ്ടെന്ന് ഫിഖ്ഹി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം മുതൽ 10 വരെ നോമ്പ് സുന്നത്തുണ്ടെന്ന് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന കിതാബ് ഭാഗം 1 243 പേജിലും 11-നും നോമ്പ് സുന്നത്തുണ്ടെന്ന് തുഹ്ഫയിലും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9-നും 10-നും 11-നും നോമ്പ് സുന്നത്തുണ്ടെന്ന് തുഹ്ഫയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പുറമെ മാസം മുഴുവൻ നോമ്പ് സുന്നത്തുണ്ട്. എന്നാൽ മുഹറം 9-നും 10-നും നോമ്പ് സുന്നത്താണ് എന്നത് ഹദീസുകളെ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അത് സംബന്ധമായ ചില ഹദീസുകൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم أفضل الصيام بعد رمضان شهر الله المحرم وأفضل الصلاة بعد الفريضة صلاة الليل. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ അവർ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളലുസ് സിയാം, നോമ്പിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ബഅദ റമളാന, റമളാൻ മാസത്തിന് ശേഷം ശഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മുഹറം മാസത്തിലുള്ള നോമ്പാണ്. നിസ്കാരത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് ബഅദൽ ഫരീളത്തി, ഫർദ് നിസ്കാരത്തിന് ശേഷം സലാത്തുൽ ലൈൽ, രാത്രിയിലുള്ള നിസ്കാരമാണ്. ഇതാണ് ഒരു ഹദീസ്. ഒരു 4 ഹദീസുകളാണ് നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ ഹദീസ് أخرج النسائي عن علي رضي الله عنه. മാനപ്പെട്ട നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇൻ കുൻത സായിമൻ ബഅദ ശഹ്രി റമളാന, നീ റമളാനിന് ശേഷം നോമ്പ് നോൽക്കുകയാണെങ്കിൽ ഫസുമിൽ മുഹറം, മുഹറത്തിൽ നീ നോമ്പ് നോൽക്കുക. ഫഇന്നഹു ശഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസം. അതിലൊരു ദിവസമുണ്ട്, അല്ലാഹു തൗബ സ്വീകരിച്ചിരിക്കുന്നു, അലാ ഖൗമിൻ, ഒരു ജനതയുടെ മേലിൽ, വയതൂബു അലാ ആഖരീൻ, വേറൊരു വിഭാഗത്തിന്റെ മേലിൽ അല്ലാഹു തൗബ സ്വീകരിക്കുകയും ചെയ്യും. രണ്ടാമത്തെ 3 ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദിമൽ മദീനത, മദീനയിലേക്ക് പോയി. ഫവജദൽ യഹൂദ സിയാമൻ യൗമ അശ്റ, അപ്പോൾ ജൂതന്മാർ മുഹറം 10-ന് നോമ്പ് നോൽക്കുന്നതായിട്ട് എത്തിച്ചു. ചോദിച്ചു, നിങ്ങൾ ഈ നോമ്പ് നോൽക്കുന്ന ദിവസം ഏതാണ്? അവര് പറഞ്ഞു, ഇത് വളരെ മഹത്വമുള്ള ദിവസമാണ്. അൻജല്ലാഹു ഫീഹി മൂസ വഖൗമുഹു, ഈ ദിവസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയെയും ജനതയെയും രക്ഷപ്പെടുത്തിയത്.
വഅഗ്റക ഫിർഔന വഖൗമുഹു, അക്രമികളായ ഫിർഔനെയും അവന്റെ ജനതയെയും അല്ലാഹു വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചു കളഞ്ഞതും ഈ ദിവസം. ഫസാമഹു മൂസ ശുക്ര, അപ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന് നന്ദിയായിക്കൊണ്ട് നോമ്പ് നോറ്റു. ഫനഹ്നു നസുമുഹു, ഞങ്ങളും നോമ്പ് അനുഷ്ഠിക്കുകയാണ്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഹ്നു അഹഖു വഔലാ ബിമൂസ, മൂസാ നബിയുമായിട്ട് നിങ്ങളെക്കാൾ ബന്ധപ്പെട്ടവരും കടമയുള്ളവരും ഞങ്ങളാണ് എന്ന് പറയുകയും ഫസാമഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം 10 നോമ്പ് നോൽക്കുകയും വഅമറ അസ്ഹാബഹു ബിസ്സിയാമി, സഹാബാക്കളോട് നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അപ്പൊ മുഹറം 10 നോമ്പ് സുന്നത്താണ് എന്ന് ഈ ഹദീസ് കൊണ്ട് നമുക്ക് ലഭിച്ചു. മാത്രമല്ല അതിന്റെ കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ലൈൻ ബഖീതു ഇലാ ഖാബിലി, അടുത്ത വർഷം ഞാൻ ജീവിക്കുകയാണെങ്കിൽ ലാസൂമന്ന താസിഅ, ഞാൻ 9 നോമ്പ് നോൽക്കും, ജൂതന്മാരോട് എതിരാകുന്നതിന് വേണ്ടി എന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഇതര മതസ്ഥരോട് അവരുടെ ആരാധനകളിൽ നാം യോജിക്കാൻ പാടില്ലെന്നാണ് ഈ പറഞ്ഞ ഹദീസ് സൂചിപ്പിക്കുന്നതെന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതായി കാണാം. അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സിയാമി യൗമി അശ്റ, മുഹറം 10 നോമ്പിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുകഫിറു സനത്തൽ മാളിയ, കഴിഞ്ഞ ഒരു വർഷത്തെ ദോഷത്തെ അത് പൊറുപ്പിച്ചു കളയും. അപ്പൊ മുഹറം 10 നോമ്പ് നോറ്റാൽ ഒരു വർഷം നമ്മളിൽ നിന്ന് സംഭവിച്ച തെറ്റുകൾ, ചെറിയ തെറ്റുകൾ പൊറുക്കപ്പെടും. ബൈഹഖി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂമു താസിയ വൽ അശ്റ വലാ തസ്ബഹുൽ യഹൂദ, നിങ്ങൾ മുഹറം 9 10 നോമ്പ് അനുഷ്ഠിക്കുക, ജൂതന്മാരോട് നിങ്ങൾ സാദൃശ്യമാവാൻ പാടില്ല. അപ്പോൾ വളരെയധികം പുണ്യമുള്ള ഒരു നോമ്പ് ആണ് മുഹറം മാസം 9 10 നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് കഴിയുന്നവരൊക്കെ നോമ്പ് നോൽക്കാനുള്ള ആരോഗ്യമുള്ള, അസുഖമില്ലാത്തവരൊക്കെ അത് അനുഷ്ഠിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ നമുക്കൊക്കെയും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.